ഇന്ന് ഒരു അടിപൊളി ഒരു ഇഫ്താർ സ്നാക്ക് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ബ്രെഡ് വെച്ചിട്ടൊരു അടിപൊളി ഒരു പിസ്തയാണ് കേട്ടോ. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാപ്സിക്കം, അതേപോലെ തന്നെ ഒരു ടൊമാറ്റോ, ഒരു ക്യാരറ്റ്, ടൊമാറ്റോയുടെ സീഡ്സ് എല്ലാം കളഞ്ഞിട്ടാണ് കേട്ടോ ഇതുപോലെ ക്യൂബായിട്ട് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ബ്ലഡ് സ്ലൈസും എടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പിന്നെ ടൊമാറ്റോ സോസ്, അതേപോലെ തന്നെ മയോണൈസ്, ചീസ്, ഇത്ര ഐറ്റംസാണ് കേട്ടോ വേറെ വേണ്ടത്. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടൊരു പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ബട്ടർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം ബ്രെഡൊക്കെ സ്പ്രെഡ് ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെ അത് സ്പ്രെഡ് ചെയ്യണേ. ഇതിന് ശേഷം എന്താ ബ്രെഡ് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ 4 ബ്രെഡ് ഒന്നിച്ച് വെച്ചിട്ട് ഇങ്ങനെ പിസ്സ പോലെ കട്ട് ചെയ്യാൻ പറ്റിയ അങ്ങനെ ഉണ്ടോ ഫസ്റ്റത്തെ ഞാൻ പിസ്സ ഉണ്ടാക്കുന്നത്. ഇതുപോലെ 4 ഇങ്ങനെ ഒന്നിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടറിൻ്റെ ആ ഒരു മെൽറ്റ് ചെയ്തതിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം താഴെ നന്നായിട്ടൊന്ന് സിമ്മിലേക്ക് ഇട്ടിട്ടുണ്ട് അത് കുക്ക് ചെയ്യുന്നത്. അതിൽ പെട്ടെന്ന് കരിഞ്ഞു. സിമ്മിലേക്ക് ഇട്ടതിന് ശേഷം ഒരു മുട്ടയിലേക്ക് കുറച്ച് ഇടിയമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ അതിൻ്റെ സ്പീസ് വന്നോട്ട് ആദ്യം സ്പീസ് വന്നെടുത്ത് മുട്ട വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് കവർ ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ളത് എല്ലായിടത്തേക്കും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത്. അപ്പോൾ സ്പീസ് വന്ന ഭാഗത്ത് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോഴേക്കും ആ ഒരു ബ്രെഡെല്ലാം നന്നായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. പിന്നെ കുറച്ച് ഞാൻ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ സെഷ്വൻ സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മയോണൈസ് ഉണ്ട് കേട്ടോ. മയോണൈസും കൂടി സ്പ്രെഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 3 സോസും കൂടെ മിക്സ് ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്ക് ചീസ് ഇതുപോലെ 4 ചീസാണ് കേട്ടോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിവിടെ ക്യാപ്സിക്കം, ക്യാരറ്റും ടൊമാറ്റോ ഇത് 3 ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് 3 വെജിറ്റബിൾസ് എടുത്തതിന് കുറച്ച് ചീസും കുറച്ച് സവാളയും കൂടി ഇതുപോലെ ഇങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് സെഷ്വാൻ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മയോണൈസ് സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നൊരു ഓർഗാനോ ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചില്ലി ഫ്ലേക്സും കൂടി 1 ടേബിൾ സ്പൂണും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീസ് മെൽറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് ഇതുപോലെ ഒരു നീഡിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ്സോളം സിമ്മിലിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. ഇതെല്ലാം ചെയ്യുമ്പോഴേക്കും നമ്മുടെ ചീസെല്ലാം നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് ഞാൻ സെപ്പറേറ്റ് ഒരു ബ്രെഡിലും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുകയും ചെയ്തേക്കണേ. ഈസി റെസിപ്പിയാണ് കേട്ടോ. ഈ ഇഫ്താറിൻ്റെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരു അടിപൊളി പിസ്സ.